ചതി 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 ആര് സംവിധായകൻ ചതിച്ചാശാനെ. കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു ആചാനെ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ഒരു പിടിയും കിട്ടലില്ല. ഫ്ലാഷ് ബാക്ക്. നീ എന്ത് തേങ്ങ കാണിച്ചോ ഈ നിമിഷം അവർക്ക് നിന്റെ ധ്യാന എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. മൈ ധ്യാൻ, എത്ര പടം ഞാൻ ധ്യാനെ പറഞ്ഞടാ. ഇന്ന് വരെ ആ മനുഷ്യൻ എന്റെ ധ്യാൻ കുട്ടൻ ഇന്ന് വരെ എനിക്കിതൊരു വാക്ക് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇന്ന് വരെ ധ്യാൻ എന്നെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. എടാ ധ്യാനെ പോലെ കാണണം നീ 10 അല്ലടാ 100 ജന്മം ജനിച്ചാൽ നീ പറ്റില്ല. ബിക്കോസ് ധ്യാൻ ഈസ് എ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. മനസ്സിലായോ? സീക്രട്ട് ഓഫ് കലിംഗ. ഇത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണ്. വെറും സീരിയൽ നിലവാരം. പിന്നെ കുറെ അപരാധം. ഇതൊക്കെ എഴുതി വെച്ച് ഇതിങ്ങനെ എടുത്തത് എന്റെ പൊന്നോ. കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഇനി വരാൻ പോകുന്ന ഇത്തരം ലോ ബജറ്റ് തട്ടിക്കൂട്ട് അപരാധ മലങ്കൽട്ട് സിനിമകൾക്കകത്ത് AI ഉപയോഗിച്ച് കൊണ്ട് കാണിക്കാൻ പോകുന്ന കാട്ടപരാധങ്ങളുടെ ഒരു തുടക്കം ഈ സിനിമയിൽ കാണാം. ഇതിലെ പാട്ടുകൾ പറഞ്ഞ ഇങ്ങനെയാണ്. എങ്ങനെങ്കിലും ഈ സിനിമ ഇറങ്ങാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ആറ്റം ബോംബ് ഇന്ന് ഇറങ്ങില്ലായിരുന്നു. ഗംഭീരമായിരുന്നു. ചോറ് പറക്കിക്കോ, വേഗം പ്രസ് മീറ്റ് വിളിച്ചോ. വേറെ ഒന്നും നിങ്ങളെ കൂടെ നടക്കും. പ്രമുഖ യൂട്യൂബറും സിനിമാ റിവ്യൂവറുമായ അശ്വന്ത് കോക്കിനെതിരെ പരാതി. സീക്രട്ട് ഓഫ് കലിംഗ എന്ന സിനിമയുടെ നിർമ്മാതാക്കളാണ് തൃശൂർ വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. സിനിമയെയും അതിൽ അഭിനയിച്ച സ്ത്രീ താരങ്ങളെയും അശ്വന്ത് കോക്ക് വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്നാണ് നിർമ്മാതാക്കളുടെ പ്രധാന ആരോപണം. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആസന മോശം റിവ്യൂവിലൂടെ സിനിമയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഒറ്റ വീഡിയോ കൊണ്ട് വരുത്തി വെച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നെ തേച്ചതാണല്ലേ? അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാം.